ഒരു സർക്കാരും ഒരു കീഴ്ശാന്തിയെയും ശബരിമലയിൽ നിയമിക്കുന്നുമില്ല. ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അധികാരത്തിലാണ് മേൽശാന്തിമാരുടെ നിയമനം. ബാക്കി മേൽശാന്തിമാരുടെ പരികർമ്മികളെ അവരാണ് തീരുമാനിക്കുന്നത്. അതിലൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ വസ്തുതാപരമായി പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമാണ് എന്നത് നിലനിൽക്കില്ല. അത് കോൺഗ്രസ് ആണ് എന്നുള്ളതും നിലനിൽക്കില്ല. അത് ഫാക്ട്. രണ്ടാമത്തത്, ഇനി ഇത് ഏത് കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആർക്കൊക്കെയാണ് സ്വാധീനമുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വാധീനമുള്ളതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ പത്മകുമാർ മാത്രമല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് 8 ചിത്രങ്ങൾ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്തടുത്ത് നിന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ, ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നതിൻ്റെ, പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ, സോണിയാഗാന്ധിക്കൊപ്പം ആന്റണിക്കൊപ്പം അടൂർ പ്രകാശിനോടൊപ്പം ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. അതും ഒരു ഫാക്റ്റാണ്. ഇനി എപ്പോഴാണ് സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നത്. അത് പത്മകുമാർ വരുന്നതിന് മുൻപാണ്. അതും നമ്മുടെ മുന്നിലെ ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വെറും ഒരു കീഴ്ശാന്തിക്കാരൻ മാത്രമായിരുന്നെങ്കിൽ എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിനെ കാണാനുള്ള അവസരം ലഭിക്കുന്നത്? അതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അത് ചോദിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട്. അതിന് മറുപടി പറയേണ്ടതിന് ഉത്തരവാദിത്വം ആന്റണി എം പിക്കുണ്ട്. കാര്യം ആന്റണി എം പിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയും പ്രയാർ ഗോപാലകൃഷ്ണൻ നിൽക്കുന്ന ചിത്രത്തിൽ കാണുന്നത്. പിന്നീടാണ് അടൂർ ഗോപാലകൃഷ്ണന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചിത്രം, അടൂർ പ്രകാശിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ചിത്രവുമുള്ളത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഫാക്റ്റാണ്.